ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുത്താലോ. ഒരു മുട്ടയും ഒരു ബീറ്ററും ഒരു വാനില എസൻസും മതി നമുക്കൊരു കിടിലൻ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരു മുട്ട എടുത്ത് നമ്മൾ അതിൻ്റെ വൈറ്റ് മാത്രം വേർതിരിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ വേർതിരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ചെയ്താൽ അപ്പോൾ ഇതുപോലെ നമ്മൾ വേർതിരിച്ചെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫോർക്ക് വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് കുറേ ടൈം എടുക്കും. പിന്നെ ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജ്യൂസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ കുറച്ച് മിക്സ് ചെയ്ത്, അപ്പോൾ ഈ ഒരു ഇതിൽ കുറച്ച് പത വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ആ ഒരു ഇത് കണ്ടാൽ മനസ്സിലാവുമല്ലോ, ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലോണം അരക്കുക. ഒരു 2 മണിക്കൂറൊക്കെ നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറേ സമയം ഇളക്കിയതിന് ശേഷമാണ് എനിക്ക് ഇതുപോലൊരു പരുവത്തിലായി. എന്നിട്ട് നമ്മുടെ ക്രീം ആയിട്ടില്ല. ക്രീമിൻ്റെ ആ ഒരു രൂപത്തിൽ നല്ലോണം ഇളക്കി കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ആയി വരും. ഇനി ഇത് നമ്മൾ നല്ലോണം ഇളക്കിയാൽ നമുക്ക് കുറച്ച് കട്ടിയിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു പാകത്തിൽ വരും. ഇത് കണ്ടോ, ഇങ്ങോട്ടേക്ക് മറിയാത്ത ആ ഒരു കട്ടിയിൽ നിൽക്കുന്ന ഈ ഒരു പാകത്തിൽ വരും. അപ്പോൾ ഈ ഒരു പാകത്തിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് ഏലക്കായ പൊടിച്ചതോ അല്ലെങ്കിൽ വാനില എസൻസോ എന്തെങ്കിലും ഒരു എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു മുട്ടയുടെ ആ ഒരു മണമൊക്കെ നല്ലോണം മാറാനും ആ ഒരു ടേസ്റ്റും കൂടി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് വെച്ചിട്ടും ഒക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പതിയെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നു.